ഹലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടി നേരെ അമ്പലത്തിലേക്ക് വെച്ച് പിടിക്കാൻ പോവാണ്. എൻ്റെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം. ഞാൻ ഇന്നല്ല ഞങ്ങളുടെ അമ്പലത്തിലെ കൊടിയേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കൊടിയിറക്കാണ്. അപ്പോൾ ഉത്സവം കഴിയുന്നതോടെ നമ്മുടെ അമ്പലത്തിലെ ഉത്സവം കൊടിയിറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അമ്പലത്തിലെ കൊടിയിറക്കമൊക്കെ കഴിഞ്ഞു. പിന്നീട് ഉത്സവപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങളെല്ലാം ഒന്ന് നുള്ളിപ്പറക്കുക എന്നത് ഒരാചാരമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പണ്ട് നമുക്ക് നമ്മുടെ അമ്മ വാങ്ങിച്ചിരുന്നത് പോലെ ഇപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുപോലെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം എല്ലാം വാങ്ങിക്കാൻ, കുറച്ച് ക്ലിപ്പുകളും ടോയ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ വാങ്ങിച്ചതിന് ശേഷം നേരെ നമ്മൾ അവിടെ എല്ലാം ഒതുങ്ങി നിന്ന്, നല്ല ക്രൗഡായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സൈഡിൽ ഒതുങ്ങി നിന്ന് എല്ലാം കാണാനായിട്ട് നിന്നു. കുറേശ്ശെ ഐറ്റംസ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു പേടിയുണ്ടായിരുന്നു. മഴ പെയ്യുമോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം ഒരു രാത്രി 12 മണി വരെ മഴ പെയ്യാതെ തന്നെ നിന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു. അങ്ങനെ ഓരോരോ ഐറ്റംസായിട്ട് ഓരോരോ ഫ്ലോട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് താഴേന്നും മേലേന്നും ഒക്കെ ഓരോ ഭാഗങ്ങളിലായിട്ട് നമ്മുടെ അമ്പലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. അതുപോലെ അമ്പലത്തിലെ എഴുന്നള്ളത്ത്, അതായത് ദേവിയുടെ ഇത് വെച്ച് എഴുന്നള്ളത്ത് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്ലോട്ടുകളെല്ലാം കൊണ്ടുവന്ന് ദേവിയുടെ മുമ്പിൽ കാണിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അത് കാരണം എല്ലാ ഫ്ലോട്ടുകളും കൊണ്ടുവന്ന് നമ്മുടെ ആ ഗ്രൗണ്ടിൽ തന്നെ നിരത്തി ഇട്ടിരുന്നതായിരുന്നേ. അപ്പോൾ എല്ലാ ഫ്ലോട്ടുകളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. നല്ല അടിപൊളി ഗംഭീര ഫ്ലോട്ടുകളായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടതിന് ശേഷം നേരെ നമ്മുടെ ആനയെ എഴുന്നള്ളപ്പിന് കയറ്റി അങ്ങനെ അമ്പലത്തിലെ ദീപാരാധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മുടെ ഫ്ലോട്ടുകളെല്ലാം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമുക്കൊന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം.